ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമാകൃഷ്ണൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ബെറ്റർ ഓപ്പണിംഗ് ആണ്. ഏഷ്യൻ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിലും ചൈനീസ് മാർക്കറ്റുകൾ ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അമേരിക്കൻ മാർക്കറ്റുകൾ ഇന്നലെ നല്ല വൊളാട്ടിലിറ്റി ആയിരുന്നു. വൊളാട്ടിലിറ്റിക്ക് ശേഷം ഡൗ ജോൺസ് ഇൻഡെക്സ് അതുപോലെ തന്നെ S&P 500 ഒക്കെ പോസിറ്റീവ് ടെറിട്ടറിയിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. സ്മോൾ ക്യാപ്പ് ഇൻഡെക്സും പോസിറ്റീവ് ടെറിട്ടറിയിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഹ്യൂജ് വൊളാട്ടിലിറ്റിയാണ് കണ്ടത്. ഇന്നലെ മുന്നേറിയിട്ടുള്ള സ്റ്റോക്ക് ടെസ്ലയാണ്. അറൗണ്ട് 2.17% ആണ് ടെസ്ല മുന്നേറിയിട്ടുള്ളത്. അതുപോലെ തന്നെ AMD, അതുപോലെ തന്നെ ബ്രോഡ്കോം, ഈ ചിപ്പ് സ്റ്റോക്കുകൾ ഇന്നലെ മുന്നേറിയിട്ടുണ്ട്. സൈക്ലിക്കൽസ് ആണ് ഇന്നലെ അമേരിക്കയിൽ റാലി ചെയ്തിട്ടുള്ളത്. നാളെ മുതൽ ബാങ്കിങ് സ്റ്റോക്കുകളുടെ Q4 റിസൾട്ടുകളും അമേരിക്കയിൽ വരികയാണ്. അതോടൊപ്പം തന്നെ കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റയും വരുന്നുണ്ട് നാളെ. തീർച്ചയായിട്ടും ഈ ഡാറ്റകൾ തന്നെയാണ് നാളത്തെ മാർക്കറ്റ് സെൻറ്റിമെൻറ്റിനെ ഇമ്പാക്റ്റ് ചെയ്യാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ട്രംപ് ജനുവരി 20 സ്ഥാനേൽക്കുകയാണ്. ഇപ്പോഴത്തെ ന്യൂസ് ഫ്ലോസ് അനുസരിച്ച് നോക്കുമ്പോൾ ചൈനീസ് കമ്പനിയായ ടിക്ടോക്ക് എലോൺ മസ്ക് ടേക്ക് ഓവർ എന്ന റൂമറുകളൊക്കെ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ട്രംപ് ചൈനീസ് താരിഫ് സോഫ്റ്റൻ ചെയ്യും, ആ താരിഫ് മെഷേഴ്സ് സോഫ്റ്റൻ ചെയ്യുന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അതുകൊണ്ട് തന്നെ US ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് എല്ലാം തന്നെ ബെറ്റർ ആയിട്ടാണ് ഇന്ന് ട്രേഡ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റും ഏഷ്യൻ മാർക്കറ്റിലുണ്ട്. ഇന്ത്യൻ മാർക്കറ്റിലും അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് കിട്ടിയേക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ ടെക്നിക്കൽ ലെവലിലൊക്കെ നോക്കുകയാണെങ്കിൽ വളരെ ഓവർസോൾഡ് ആണ് ഇന്ത്യൻ മാർക്കറ്റുകൾ. അതുകൊണ്ട് തന്നെ ഒരു റീബൗണ്ട് ആ ലെവലിലും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ചൈനയിൽ നിന്ന് വരുന്ന എക്സ്പോർട്ട് റിലേറ്റഡ് ട്രേഡ് റിലേറ്റഡ് ഡാറ്റയൊക്കെ സൂചിപ്പിക്കുന്ന 2024 ചൈനയുടെ ട്രേഡ് സർപ്ലസ് $1 ട്രില്യൺ ആണെന്നാണ് പറയുന്നത്. യാതൊരു രീതിയിലും ചൈനീസ് എക്സ്പോർട്ടിനെ ഒന്നും അമേരിക്കൻ പ്രഷറോ അല്ലെങ്കിൽ മറ്റ് ആക്ടിവിറ്റീസ് ഒന്നും ബാധിച്ചിട്ടില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ ഗോൾഡ്മാൻ സാക്സ്, HSBC എന്നീ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പറയുന്നത് ചൈനീസ് സ്റ്റോക്കുകൾ 2025 20% കറണ്ട് ലെവലിൽ നിന്ന് റൈസ് ചെയ്യുന്നുള്ള പ്രഡിക്ഷൻസൊക്കെ വന്നിട്ടുണ്ട്. പൊതുവേ ചൈനയിൽ പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ആണ് ഇന്നലെ മുതൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ചൈനീസ് സ്റ്റോക്ക് മാർക്കറ്റ് റെഗുലേറ്റർ പോസിറ്റീവ് മെഷേഴ്സ് എടുക്കും മാർക്കറ്റ് പ്രോപ്പപ്പ് ചെയ്യാൻ വേണ്ടി എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. ഒപ്പം മാർച്ചിൽ വലിയ രീതിയിൽ സ്റ്റിമുലസും വന്നേക്കാം. ഇതുകൊണ്ട് തന്നെ മെറ്റൽ സ്റ്റോക്കുകളെ സംബന്ധിച്ച് പോസിറ്റീവാണ്. കോപ്പർ ഇന്നലെ നല്ല രീതിയിൽ റാലി ചെയ്തിരുന്നു. അതേസമയം ഗോൾഡ് അതുപോലെ തന്നെ സിൽവറൊക്കെ ഇന്നലെ സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ബ്രന്റ് ക്രൂഡ് ഓയിൽ ഫ്ലാറ്റ് ക്ലോസിംഗ് ആണ്, $80.65 പെർ ബാരലാണ്. അതുപോലെ തന്നെ നാച്ചുറൽ ഗ്യാസും മിനിഞ്ഞാന്നത്തെ പ്രൈസായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇന്ത്യൻ റുപ്പി പുതിയ റെക്കോർഡ് ലോ ഹിറ്റ് ചെയ്തിരുന്നു. US ഡോളറിന് അഗൻസ്റ്റ് ആയിട്ട് 86.62 ആണ് റെക്കോർഡ് ലോ ഹിറ്റ് ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇന്ത്യയുടെ റുപ്പി ഡിപ്രീസിയേഷൻ തന്നെയാണ് നമ്മളെ സംബന്ധിച്ച് എക്കണോമി പോയിന്റ് ഓഫ് വ്യൂവിൽ ചെറിയൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത്. അതോടൊപ്പം തന്നെ Q3 റിസൾട്ടുകൾ ഇന്നലെ റിസൾട്ടുകൾ വന്നിരുന്നു. HCL ടെക്കിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. ഇൻലൈൻ വിത്ത് അല്ലെങ്കിൽ സ്ലൈറ്റ്ലി ബിലോ എക്സ്പെക്റ്റേഷനാണ് ചില പാരാമീറ്റേഴ്സൊക്കെ വന്നിരിക്കുന്നത്. പക്ഷേ ഓർഡർ ബാഗിങ് മറ്റ് കമ്പനികളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബെറ്ററാണ്. കാര്യമായിട്ട് രീതിയിലുള്ളൊരു നെഗറ്റീവോ പോസിറ്റീവോ റിയാക്ഷനോ ഒന്നും നമുക്ക് ഈ സ്റ്റോക്കിൽ എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. അതോടൊപ്പം തന്നെ ഹിമാദ്രി സ്പെഷ്യാലിറ്റി കെമിക്കൽസ് നല്ല Q3 റിസൾട്ടാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇന്ന് ധാരാളം റിസൾട്ടുകൾ വരുന്നുണ്ട്. HDFC, IMC ഉണ്ട്. അതുപോലെ തന്നെ മറ്റു പല സ്റ്റോക്കുകളുടെയും റിസൾട്ടുകളുണ്ട്. ഇനി സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ റിലയൻസ് പവർ ആന്ധ്രാപ്രദേശിൽ 6500 കോടി രൂപയുടെ സോളാർ പാനൽ മാനുഫാക്ചറിങ് പ്ലാന്റ് സ്ഥാപിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഒരു ഇൻ്റർനാഷണൽ ഇൻവെസ്റ്ററും കൂടി അവരുടെ കൂടി ഉണ്ടെന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. 2010-11 കൊല്ലങ്ങളിൽ റിലയൻസ് പവറിന് അവിടെ പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഇഷ്യൂസ് കാരണം സ്റ്റാൾ ചെയ്തിരിക്കുകയായിരുന്നു. പക്ഷേ ഡിസംബറിൽ എല്ലാ ഡ്യൂസും സെറ്റിൽ ചെയ്തുകൊണ്ട് വീണ്ടും എൻട്രി നടത്തുകയാണ് റിലയൻസ് പവർ. റിലയൻസ് പവറിനെ സംബന്ധിച്ച് റിലയൻസ് ഇൻഫ്രനെ സംബന്ധിച്ചും പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസാണ്. അതോടൊപ്പം തന്നെ ഭാരത് ഇലക്ട്രോണിക്സ് Q3 അറൗണ്ട് 561 കോടി രൂപ ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. കമ്പയർ ചെയ്യുകയാണെങ്കിൽ അത് ഓർഡർ ബാഗിങ് സ്വല്പം താഴെയാണ്, എന്നിരുന്നാലും സ്ലൈറ്റ്ലി പോസിറ്റീവാണ്. ബാർട്രോണിക്സ് സെമി കണ്ടക്ടർ രംഗത്തെയും കറക്കാമെന്ന് പറയുന്ന ഒരു പ്രൊമോട്ടർ ഓഫർ ഫോർ സെയിലിൽ കൂടെ 6.9% സ്റ്റേക്കും വിൽക്കുന്നുണ്ട്. ഒരു സ്മോൾ ക്യാപ് കമ്പനിയാണ്. 22 രൂപയ്ക്കാണ് അവർ പ്രൊമോട്ടർ എക്സിറ്റ് അടിക്കുന്നത്. ഒരു പക്ഷേ ലോങ് റണ്ണിൽ ഈ കമ്പനിയുടെ ഫോർച്യൂൺ നന്നാവാനുള്ള ചാൻസസ് ഉണ്ട്.
അക്സോനോബിൾ, തേർഡ് ലാർജസ്റ്റ് പെയിൻറ്റ് കമ്പനിയാണ് ഇന്ത്യയിലത്തെ. ഡൂലെക്സ് പെയിൻറ്റ് ബ്രാൻഡ് ഉള്ള കൈകാര്യം ചെയ്യുന്ന ലോഞ്ച് ചെയ്തിട്ടുള്ളൊരു കമ്പനിയാണ്. ഇൻ്റർനാഷണൽ MNC കമ്പനിയാണ്. ഒരുപക്ഷെ ഇന്ത്യയിലത്തെ മറ്റ് പെയിൻറ്റ് കമ്പനികൾ ഈ കമ്പനീനെ ഏറ്റെടുക്കാനുള്ള ചാൻസസ് ഉണ്ട്. അതോടൊപ്പം തന്നെ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഏറ്റവും കൂടുതൽ ബുള്ളിഷ് ആയിട്ടുള്ളത് BSEയിലാണ്. BSE നല്ല രീതിയിൽ 2025-26 കാലങ്ങളിൽ പെർഫോം ചെയ്യുന്നതാണ് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് പറഞ്ഞിരിക്കുന്നത്. IDBI ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഫൈനാൻഷ്യൽ ബിഡ്സ് മാർച്ചിൽ ഗവൺമെൻറ് ഇൻവൈറ്റ് ചെയ്യും. അടുത്ത ഫിനാൻഷ്യൽ ഇയർ ആണ് അതിൻ്റെ സ്റ്റേക്ക് സെയിൽ വരാൻ പോകുന്നത്. ഇനി നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ Q3 റിസൾട്ടുകൾ വരാനുള്ളത്, അതുപോലെ തന്നെ ബഡ്ജറ്റ് എക്സ്പെക്റ്റേഷൻസ്, ഫർദർ മാർക്കറ്റിൽ വീണ്ടും സെല്ലോപ്പ് വരികയാണെങ്കിൽ ഞാൻ ഇന്നലെ സൂചിപ്പിച്ച പോലെ 22,800 22,500 ലെവല്, വേഴ്സ്റ്റ് സിനാരിയോയിൽ 22,000 21,800 ലെവലിലേക്കൊക്കെ വന്നേക്കാം. പക്ഷേ റിമോട്ട് ചാൻസാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ. പക്ഷേ ഓവറോൾ ട്രെൻഡ് നോക്കുകയാണെങ്കിൽ വലിയൊരു ബിഗ് റാലി ഇപ്പോഴത്തെ അവസ്ഥയിൽ പ്രസൻറ്റ് സിറ്റുവേഷൻ വെച്ചിട്ട് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. മറിച്ച് അമേരിക്കൻ മാർക്കറ്റുകൾ നല്ല രീതിയിൽ മുന്നേറുക, അതുപോലെ തന്നെ ചൈനീസ് ഇഷ്യൂ, അമേരിക്കയും ചൈനയും തമ്മിലുള്ള താരിഫ് ഇഷ്യൂസ് സെറ്റിലാവുക, അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ചൈനീസ് മാർക്കറ്റ് റാലിയും, ചൈനീസ് മാർക്കറ്റുകൾ റാലി ചെയ്ത് കഴിഞ്ഞാൽ മെറ്റൽ സ്റ്റോക്സ് റാലിയും, പൊതുവേ അത് ഗ്ലോബൽ സെൻറ്റിമെൻറ്റ് പോസിറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് നൽകുന്നൊരു ന്യൂസായിട്ട് മാറാനാണ് ചാൻസസ് കൂടുതൽ. നമ്മുടെ കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റ ഇന്നലെ വന്നിരുന്നു. 5.22% എക്സ്പെക്റ്റ് ചെയ്തത് 5.5% ആയിരുന്നു. തീർച്ചയായിട്ടും ഈ ഡാറ്റ വന്നിരിക്കുന്നത് 4 മാസത്തെ ലോ ഡാറ്റയാണ്. ഇത് സ്ലൈറ്റ്ലി പോസിറ്റീവാണ് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച്. ഒപ്പം നമ്മുടെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ്, യങ് ഇൻവെസ്റ്റേഴ്സ് SIPയിൽ കൂടി സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് 26,459 കോടിയായിട്ട് ഉയർന്നിരിക്കുകയാണ് ഡിസംബറിൽ. നവംബറിൽ അത് 25,320 കോടിയായിരുന്നു. ഈ ന്യൂസ് വളരെ പോസിറ്റീവാണ് മാർക്കറ്റിനെ സംബന്ധിച്ച്. പക്ഷേ മാർക്കറ്റിൻ്റെ പ്രഷർ വരുന്ന എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല മൊമെൻ്റം സ്റ്റോക്കുകളിലും പ്രൊമോട്ടർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഷെയർ ഹോൾഡ് ചെയ്യുന്ന ഇപ്പോൾ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സാണ്. അതുകൊണ്ട് മാർക്കറ്റ് വോളാറ്റിലിറ്റി വരുമ്പോൾ തീർച്ചയായിട്ടും റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ സെല്ലിംഗ് ആണ് മാർക്കറ്റിലെ സെൻറ്റിമെൻറ്റിനെയൊക്കെ ഇമ്പാക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വളരെ കോഷ്യസായിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യണം. നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ അറ്റ് എവരി ഫാള്, കറണ്ട് ലെവലിൽ നിന്ന് എക്സിസ്റ്റിംഗ് സ്റ്റോക്കുകൾ അറ്റ് എവരി ഫാള് നമ്മൾ സജസ്റ്റ് ചെയ്ത സ്റ്റോക്കുകൾ 4 ഘട്ടമായിട്ട് വാങ്ങാനുള്ള ഡിസിഷൻ എടുക്കുന്നതായിരിക്കും. ലോങ് ടൈം വ്യൂ കീപ്പ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഒപ്പം Q3 റിസൾട്ടുകൾ, ബഡ്ജറ്റ് അനൗൺസ്മെൻറ്റുകളൊക്കെ കീൻലി വാച്ച് ചെയ്യുക. ഇത്തരത്തിലുള്ള ഇവൻറ്റുകളാണ് നമ്മളെ സംബന്ധിച്ച് ഇനി ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ റോ മെറ്റീരിയലായിട്ട് വരാൻ പോകുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ കമ്പനികളിലെ Q3 പെർഫോമൻസ് തന്നെയാണ് ഒരു ബെഞ്ച് മാർക്ക്. അതോടൊപ്പം തന്നെ ബഡ്ജറ്റ്, ഒപ്പം ഗ്ലോബൽ ഫാക്ടേഴ്സ്. അപ്പോൾ ഈ ഫാക്ടേഴ്സൊക്കെ തീർച്ചയായിട്ടും മാർച്ചോടുകൂടി ബെറ്റർ ആവുമെന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ച് മാർച്ച് വരെ വീണ്ടും വൊളാറ്റിലിറ്റിയൊക്കെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അതേസമയം നല്ല സ്റ്റോക്കുകൾ കറണ്ട് ലെവലിൽ നിന്ന് മുന്നേറാനുള്ള ചാൻസസ് ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ഡേ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്ററിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.